അമ്മ ദേ ഇതിന്റെ ഇടയിൽ കൂടെ ചാടി പറിക്കണത് കാണാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു ലഞ്ചാണ് ഇവിടെ. ഇവക്ക് ഞാൻ തയ്യാറാക്കണം. ഇപ്പോൾ അമ്മമാർക്ക് ചെയ്യാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ളൊരു ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ ഒരു ലഞ്ചാ തയ്യാറാക്കണം. സ്പെഷ്യൽ മുട്ട വറുത്തതാ കണ്ടോ? അപ്പഴില്ല നല്ല മണം വന്നിട്ട് ഇല്ലേ. രാവിലെ വീട്ടമ്മമാർക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഉദ്ദേശം ഒരു അരമണിക്കൂറും കൊണ്ട് ഈ കറിയും ചോറും റെഡിയാക്കി എടുക്കാം. ചോറിനും 3 കൂട്ടം കറികൾക്കും വെറും അരമണിക്കൂർ മതി. ധാരാളം മതി. പറഞ്ഞാണോ എപ്പോഴാ എണീക്കുക? അപ്പൊ പോവാൻ തുടങ്ങും. എങ്ങനെ വെക്കുന്നത് ഒരു സ്പെഷ്യാലിറ്റി. 1 മണിയുടെ ബെല്ലടിക്കുമ്പോഴേക്ക് ഈ ടിഫിൻ ബോക്സ് എല്ലാവരും ഓടി വന്ന് തുറക്കില്ലേ. ഊണ് കഴിക്കാത്തവരുണ്ടെങ്കിൽ എല്ലാരും വേഗം പോയി ഊണ് കഴിക്കാം. കാരണം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കൊതി വരും. ഇതെന്താണ് പരിപാടി? ഏഹേ സെൽഫി ആണോ? സെൽഫി അവിടെ പോകാണോ വില പാഷൻ ഫ്രൂട്ട്. ഞാൻ പായി കിളിപ്പിച്ചു. ഉടമ മുഴുവൻ ഉസ്താദ് അപ്പയാണ്. ഞാൻ ചട്ടിയിൽ പായി കിളിപ്പിച്ചു കൊടുക്കും. പന്തലിച്ചു എല്ലാം നടത്തിക്കോളും. അതെ, പന്തലിന്റെ മുകളിട്ട് കയറി കിടക്കണ കാണിക്കും. അതെ. എനിക്കില്ലേ പ്രായമുണ്ടായി കാണാൻ ധൃതിയായി. അത് എല്ലാവർക്കും ധൃതിയായി. അമ്മ ദേ ഇതിന്റെ ഇടയിൽ കൂടെ ചാടി പറിക്കണത് കാണാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഒന്നുണ്ടായാ മതി. എന്നിട്ട് നമുക്ക് ചാടി പറിക്കണ കാണിക്കാം. അപ്പൊ ഇനി അതിന്റെ തൈ പാകി കിളിപ്പിച്ച് സെക്കൻഡ് ട്രിപ്പ് നിന്നതാ. ഫസ്റ്റ് ട്രിപ്പ് നിന്ന് നിങ്ങൾ കളയല്ലേ. പലരും വ്യൂവേഴ്സ് പറഞ്ഞു ഇതാ പാഷൻ ഫ്രൂട്ടിന്റെ തൈയാണ്, മറ്റേതിന്റെ തൈ അല്ലാന്ന് നമ്മൾ പറഞ്ഞില്ലേ. കലയല്ലല്ലോ മറ്റേ മഹാഗണിയുടെ അല്ലാന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ പാകി നിർത്തിയതെല്ലാം ഇവിടെ കൂടാതെ കൊടുക്കേണ്ട ഒരുപാട് എൻ്റെ വേണ്ടപ്പെട്ടവർക്ക് ഞാൻ കൊടുത്തു. പിന്നെ അത് സംശയം ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ട് സെക്കൻഡ് ട്രിപ്പ് ഞാൻ വേറൊരു പൊട്ട മൺകലത്തിൽ പാകിയായിരുന്നു. അപ്പൊ സെക്കൻഡ് ട്രിപ്പ് പാകിയതും ഞാൻ 1-2 സ്ഥലത്ത് പറിച്ചു വെപ്പിച്ചു. അപ്പൊ അതിനെ കൊണ്ട് മരച്ചോട്ടുകളിൽ അത് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ബാലൻസ് നിന്നത് 3-4 പന്തലിട്ട ചേട്ടൻ ഉൾപ്പെടെ 4 പേര് വരുമ്പോ എന്നോട് കലത്തിലിരിക്കുന്നവരോട് ചോദിച്ചു ഞാൻ പറിച്ചു കൊടുത്തു ഓൾറെഡി. ഇനിയിപ്പൊ 2 കൂട്ടർക്ക് ഇതിൽ ഇന്നിപ്പോഴും അതിൽ ഒരാൾക്കുള്ളത് ഞാൻ പറിച്ചു വെച്ചു. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പൊ അത് കൊടുത്തു വിടാനായിട്ട് പറിച്ചതേ മണ്ണോടുകൂടി ഇങ്ങനെ വാഴയിലൊക്കെ പൊതിഞ്ഞ് വെച്ചതാണ്. ഇന്നലെ ഒരു പാർട്ടി ഇവിടുത്തെ ഒരു ബന്ധു വന്നപ്പോ അവർക്കും കൊടുത്തു വിട്ടു 2-3 തൈ. അത് 3 പറ്റി രാത്രി ആയതുകൊണ്ട് പാടായിരുന്നു, പറിക്കാൻ പാടായിരുന്നു. വെളിച്ചം ഉണ്ടെങ്കിൽ ഈ നനഞ്ഞു കിടക്കുമല്ലേ ചട്ടിയിലാണെങ്കിൽ. ഇനി ഒരു 3-4 എണ്ണം ഇപ്പോൾ അത് വേറെ ഒരാൾക്ക് ബുക്ക് ചെയ്തേക്കണം. അത് വേണ്ട ആള് തന്നെ. അത് വരുമ്പോ പറിച്ചു കൊടുക്കും. അപ്പൊ ഇത് ഞാൻ കാണിച്ചതാ. അടിപൊളി അടിപൊളി സന്നൻ തയ്യ. ഓക്കെ, ഇത് ശരിക്കും പിടിച്ചു കയറിയാലേ ഇതങ്ങനെ വലിയ ശുശ്രൂഷയൊന്നും വേണ്ട. ഫ്രൂട്ട് അതായത് ഈ കാന്താരിയൊക്കെ പോലെ മതി. കാന്താരിയുടെ ശുശ്രൂഷ പോലും വേണ്ട. പിടിച്ചു കയറി അങ്ങ് പോന്നോളും. ഓക്കെ ഓക്കെ. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു ലഞ്ചാണ് ഇവിടെ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവക്ക് ഞാൻ തയ്യാറാക്കണം. അപ്പൊ അതിന്റെ വ്യത്യസ്തമായ ഒരു എഗ് ഓംലെറ്റ് തയ്യാറാക്കുക. തവയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോ വെളിച്ചെണ്ണയിലേക്ക് ഇതേ ഒരു തരി മുളക് പൊടി ഇടണം വെളിച്ചെണ്ണയിലേക്ക്. അപ്പൊ നിങ്ങൾ കണ്ടോ എന്നാ ചെയ്യാൻ പോണേന്ന്. അത് കഴിഞ്ഞിട്ട് ഉടനെ മുട്ട പൊട്ടിച്ചതിലേക്ക് ഒഴിക്കും. കാണിച്ചു തരാം. ഓക്കെ, ഇടുവാ. ഇവിടെ ഫാൻ വെച്ചിട്ടുണ്ട്. കറണ്ട് പോയി അതുകൊണ്ടാ. അമ്മയ്ക്ക് ഫാൻ കിട്ടണം ഇതല്ലേ? വേണ്ട, അങ്ങോട്ട് തിരിച്ചാൽ ഗ്യാസ് പോകും. ശരിയാവൂല. ഇനി മുട്ട ഉൾസൈഡ് പോലെ പൊട്ടിച്ചങ്ങ് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് കുത്തും സ്പൂണ് കൊണ്ട്. കണ്ടോട്ടോ അതെ. ഉച്ചക്ക് ഇതൊക്കെ കാണുമ്പോ പിന്നെ ആർക്കാ കൊതി വരാത്ത. ഇച്ചിരി ഒന്ന് ഉൾസൈഡ് ഇങ്ങനെ ഒന്ന് ആക്കണം. കണ്ടോ? പൊട്ടിക്കുവല്ലേ? പൊട്ടിക്കണം. ഇനി എന്നിട്ടില്ലേ ഉപ്പ് അതിനാവശ്യമുള്ള ഉപ്പ്. ഉള്ളിയൊന്നും ഇതിനില്ല കേട്ടോ. നല്ല കളറായിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയും വേണമെങ്കിൽ ഇട്ടോ. വേണ്ട വേണ്ട, മഞ്ഞൾ വേണ്ട. ഉപ്പ് മാത്രം, തേങ്ങയില്ല ഉള്ളിയില്ല കേട്ടോ. പോരെ ഉപ്പ? മതി 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 മതി. എന്നിട്ട് നമുക്ക് ഈ വശം ആയി കഴിയുമ്പോ നമുക്ക് മറിച്ചിടാം. അപ്പൊ ദേ ഇതൊന്ന് മറിച്ചേച്ച് പറയാം. ദേ ഞാൻ പറഞ്ഞില്ലേ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളർഫുൾ. അപ്പൊ ഇല്ലേ വെക്കേഷനൊക്കെ കഴിഞ്ഞു. മിഡ് സമ്മർ വെക്കേഷൻ സ്കൂളിന്റെയും കോളേജിന് പിന്നെ പല സമയത്തും ഒക്കെ കഴിഞ്ഞ് പിള്ളേർക്ക് സ്കൂൾ തുറക്കാറായി. അപ്പൊ വ്യത്യസ്തമായ ഒരു ലഞ്ചൊക്കെ കൊടുത്തു വിടണമെന്ന് ആഗ്രഹമുള്ള അമ്മമാർക്ക് ചെയ്യാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ളൊരു ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ ഒരു ലഞ്ചാണ് തയ്യാറാക്കുന്നത്.
അപ്പൊ ഒരു ചുമന്ന കളറിലെ ഓംലെറ്റ് ഒക്കെ കാണുമ്പോൾ അവർക്ക് കഴിക്കാനൊരു കൗതുകം തോന്നും. ഒരു ഓംലെറ്റും ഒരു ഉലർത്തുകറിയും ഒരു ചമ്മന്തിയോ പിക്കിളോ ഉണ്ടെങ്കിൽ ധാരാളം മതി. പിന്നെ ഒരു കഷ്ണം മീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ അപ്പൊ ഞാനിത് പറയണ എന്നാന്നറിയുമോ, പിള്ളേർക്ക് ഒരേ ദിവസം ഒരേ തരത്തില് നമുക്ക് എളുപ്പമുള്ള പരിപാടിയാണ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഒരു കൗതുകമായിരിക്കും. ഉച്ചയ്ക്ക് തുറന്നു കഴിഞ്ഞു നല്ല വിശന്നിരിക്കണം, മഴയും പെയ്യും. അപ്പൊ പിന്നെ ചൂടുണ്ടാവണമെങ്കിൽ കാസർഗോഡ് പാത്രത്തിൽ ഇടണം കേട്ടോ, അതറിയാലോ എല്ലാവരും. അപ്പൊ എങ്കിലും ലളിതമായ ഒരു കറി. അപ്പൊ പോഷകം ഉണ്ടാവും. മീനും മുട്ടയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോഷകം ഉണ്ടാവൂലോ. ഞാൻ ചുമന്ന കളറ് ഈ വശം ഒന്ന് മറിച്ച് കാണിക്കാട്ടോ, തിരിച്ചിട്ട വശം. ഞാൻ ഈ കുഞ്ഞു തവയെടുത്തത് ഒരു ഓംലെറ്റിനാകുമ്പോ ഇതില് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ അത്രയും കളർ ഇല്ല കേട്ടോ, കാരണം എഗ് വൈറ്റും എഗ് യോക്കും എല്ലാം കൂടെ ചേർന്നതല്ലേ. അപ്പൊ അതിന് ഇച്ചിരി കളർ വൈറ്റും എഗ്ഗും കൂടെ ചേർന്നതുണ്ട്. ഈ ഭാഗം ശരിക്കും. അപ്പൊ നിങ്ങൾ കൊടുത്തു വിടുമ്പോ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ ചോറ് തുറക്കുമ്പോ ഈ കളർ കാണാം. അപ്പൊ തന്നെ നല്ല കഴിക്കാൻ ടെംപ്ടേഷൻ ആവും. അതൊക്കെ ഇതിലെ ഒരു ടിപ്പാട്ടോ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത ഐറ്റം കാണാം. നമുക്ക് ഐറ്റം കാണാം. കണ്ടു വന്നു. അപ്പൊ എവിടെയാ പോണേ? വീട്ടിൽ ഒരു സ്പെഷ്യൽ മുട്ട വറുത്തതാ, കണ്ടോ? നല്ല മണം വന്നിട്ട് അപ്പൊക്കൊന്ന് കഴിച്ചാ കൊള്ളാന്നൊക്കെ ഉണ്ട്. ഇതില് മമ്മിയുടെ അവിടെ ഉണ്ടായ കോഴിയുടെ മുട്ട വേണമായിരുന്നു. അതും കൂടെ ആയ സന്നനായേനെ. കാലാപ്പടിയാ. മണയില്ല, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. നല്ല രുചിയാ. പക്ഷെ മുട്ട വറുത്തത് വേണോ? ആണോ? പാഷൻ ഫ്രൂട്ട് പുറത്തുണ്ടെന്നാ പറഞ്ഞേ, നടക്കല്ലേല്. ഇന്ന് മഴയുണ്ടെന്ന് തോന്നുന്നു. കാറിന് അത് വേണ്ടി വരും. കൽച്ചട്ടി അവിടെ അമ്മ മയക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പയുടെ ഗംബൂട്ട് തന്നെ ഇവിടെ വെച്ചേക്കണേ. പാഷൻ ഫ്രൂട്ട് എടുത്തോ? അതേ ഇരിക്കണു. ബെൽറ്റിന്റെ കാര്യം ചോദിക്കണേ. താഴെ വീഴുവോ? അതെ, കളിച്ചട്ടി മയക്കാൻ വെച്ചേക്കണ കേട്ടോ. അപ്പൊ വീണ്ടും സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങിയോ? തൈ എടുത്തു. വ്യത്യസ്തമായ ഒരു ലഞ്ചാണ് മാക്ക് കൊടുക്കുന്നത്. വ്യത്യസ്തം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുമല്ലോ വലിയ 5 സ്റ്റാർ മീലാണ്. അതൊന്നും അല്ല കേട്ടോ, വളരെ ലളിതമായ ഉച്ചയ്ക്ക് സ്കൂളിലോ കോളേജിലോ ഓഫീസിലോ ഒക്കെ കൊടുത്തു വിടാൻ പറ്റിയ രീതിയിലുള്ള ഒരു ലഞ്ച് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സിമ്പിൾ ആയിരിക്കണം, കുറച്ച് പ്രോട്ടീൻ എന്തെങ്കിലും ഐറ്റം ഉണ്ടാവണം. ചാരിക്കോ അടച്ചോണ്ട് അങ്ങ് പോകാം. ചൂടാ, അതുകൊണ്ടാട്ടോ അടച്ചോണ്ട് പോകാന്ന് പറഞ്ഞത്. ചൂട് ചോറ് ചോറ്റുപാത്രം കൊണ്ടേ ഇട്ടു. അപ്പൊ ഒരു പൊടിക്കുപ്പിട്ടാ കേട്ടോ, ഉപ്പ് വേണം. അപ്പൊ ഇതെന്നാന്നറിയാമോ, ഈ അരി നമ്മളില്ലേ രാവിലെ വീട്ടമ്മമാർക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. വീട്ടമ്മമാർക്ക് ചോറൊക്കെ സ്കൂളിൽ പോണ വീടുകളിലും ജോലിക്ക് പോണയിടത്തൊക്കെ നേരത്തെ അരി വേവിക്കാൻ അടുപ്പത്ത് വെക്കൂലോ. അപ്പൊ അരി റൈസ് കുക്കറിലോ ഒക്കെ വേവിച്ച് തിളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് ആ ടൈം കൊണ്ട് തയ്യാറാക്കി എടുക്കാം. ഉദ്ദേശം ഒരു അരമണിക്കൂറും കൊണ്ട് ഈ കറിയും ചോറും റെഡിയാക്കി എടുക്കാം. അതിന്റെ പ്രത്യേകത അതായത് ഒരു ഉലർത്തുകറി വേണം, ചമ്മന്തി ഓർ പിക്കിൾ ഏതെങ്കിലും ഒരെണ്ണം വേണം, ഒരു മുട്ട പൊരിച്ചത്, പിന്നെ മീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ കുശാലായി. അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി,
ഉണക്കമീനൊക്കെയാണെങ്കിൽ തലേ ദിവസം വറുത്ത് വെക്കാം. പച്ചമീനാണെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്ത് നമുക്ക് വെക്കാം, കേടാവൂല. പിറ്റേ ദിവസം ഡീപ് ഫ്രൈ ആക്കി എടുത്താൽ മതി. പിന്നെ മുട്ട പൊരിക്കാൻ എത്ര നേരം വേണമെന്ന് എല്ലാ വീട്ടമ്മമാർക്കും അറിയാം. പിന്നെ ഒരു ഉലർത്തുകറി ഉണ്ടാക്കാൻ എത്ര സമയം വേണം? അതെ, വെരി സിമ്പിൾ. അപ്പൊ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് ചോറ് റെഡി ആക്കാം. അരമണിക്കൂർ മതി. കാരണം ചോറ്, ഒരു കാര്യമുണ്ട്, ചോറ് പകുതി വെന്തിരിക്കുവാണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ചോറ് ബാലൻസ് വാർക്കുകയും ചെയ്യാം, ഈ കറികളും ചെയ്യാം. ചോറും കൂടെ വേവിക്കണമെങ്കിൽ ഒരു 45 മിനിറ്റ് വേണ്ടി വരും. ചോറിന് വേവുണ്ടല്ലോ. പച്ചരിയുടെ കാര്യമല്ല പറയണേ, പാലക്കാടൻ മട്ട റൈസ്, ബോയിൽഡ് റൈസിന്റെ കാര്യമാണ് പറയണേ കേട്ടോ. അപ്പൊ അതിന് വേവുള്ളത്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞങ്ങള് പ്രഷർ കുക്കറിലാണ് ചെയ്യണത്. റൈസ് കുക്കറിലും പ്രഷർ കുക്കറിലും ഒക്കെ ചെയ്യണവരുണ്ടാവും, കലത്തിൽ വേവിക്കുന്നവരും ഉണ്ടാവും. അപ്പൊ ഡിപ്പെൻസ് ഓരോരുത്തരുടെ ഇതനുസരിച്ചിരിക്കും. പക്ഷെ ചോറ് വേവാനുള്ള ആ സമയം കൊണ്ട് നമുക്കൊരു തോരൻ അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, മുട്ട പൊരിക്കാൻ എത്ര സമയം വേണം, മീൻ വറക്കാനും എത്ര സമയം വേണം. ഈ മീൻ ഞാൻ പറഞ്ഞില്ല, ഉണക്കമീനാണെങ്കിൽ തലേദിവസം ഫുൾ വറുത്ത് വെക്കാം, അല്ലെങ്കിൽ ഉണക്ക ചെമ്മീൻ വറക്കുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പച്ചമീനാണെങ്കിൽ പകുതി വറുത്ത് വെക്കുക, ബാലൻസ് വറുത്ത് പിറ്റേ ദിവസം എടുക്കുക. അപ്പൊ ഞങ്ങൾ ഇന്നിപ്പോ ചെയ്തേക്കണം ഉച്ചത്തേക്കാണ് തയ്യാറാക്കിയത്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാൻ തയ്യാറാക്കിയതാട്ടോ. അപ്പൊ ചോറ് ഇതിലിട്ടത് നിങ്ങൾ ഓൾറെഡി കണ്ടു. ചുറ്റുപാടത്തില് വെരി സിമ്പിൾ ആട്ടോ കറികളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 5 സ്റ്റാർ മീലൊന്നും അല്ലാന്നോ, ഓർഡിനറി കറികൾ. പക്ഷെ കറി സിമ്പിൾ ആണെങ്കിലും രുചികരമായിരിക്കും. അപ്പൊ എങ്ങനെയാ വെക്കണ്ടേന്ന് എന്നോട് പറഞ്ഞോ. ഇടത്ത് കറി സൈഡിൽ വെക്കട്ടെ? സൈഡിൽ വെച്ചോ. നിന്റെ ഇഷ്ടപ്പെട്ട കറിയാ? തോരൻ വേണോ? വേണ്ട. തോരൻ വേണമെങ്കിൽ ഇനി നമ്മള് വേറെ പാത്രത്തിൽ വെക്കേണ്ടി വരും അല്ലേ? വേണ്ട, വേണമെങ്കിൽ നമുക്ക് തോരൻ വെക്കാം, കറിപ്പാത്രത്തിൽ വെക്കാം. കടച്ചക്ക ഉലർത്തിട്ടോ മതി. എന്റെ ഫേവറേറ്റ് സാധനമാണത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. സൈഡിലേക്ക് ഒതുക്കി വെക്കാൻ പറ്റില്ല. വായിൽ വെള്ളം വരും. ഇത് മതിയോ? ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റിയില്ല, കാരണം കറണ്ട് ഇടയ്ക്ക് പോയി. പിന്നെ എനിക്കത് ഉച്ചയായപ്പോൾ എനിക്ക് അരയ്ക്കാൻ മടിയായി, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. അപ്പൊ മുട്ട നടുക്ക് ഇങ്ങനെ മടക്കി വെക്കട്ടെ. ആദ്യം മീൻ വറുത്തത് വെച്ചിട്ട് വേണ്ട വെക്കാൻ? എങ്ങനെ വെക്കണമെങ്കിലും വെക്കാം. ഇവിടെ വെച്ചാലോ? പിക്കിൾ എവിടെ വെക്കും? പിക്കിൾ വേണ്ട. വെളുത്തുള്ളി പിക്കിൾ വേണ്ട, എല്ലാത്തിന്റെ കൂടെ അതും കൂടെ വേണ്ട. ആവശ്യമുള്ളവർക്ക് വെച്ചാ മതി. എങ്ങനെ വെക്കുന്നത്? ഒരു സ്പെഷ്യാലിറ്റി ഇങ്ങനെ വെക്കണം. അതെയോ? അങ്ങനെ വെച്ചോ, അതാണ് അതിന്റെ ഭംഗി. പക്ഷെ ഒരു വശത്ത് കറി ഉലർത്തിയിരിക്കണോണ്ട് ഒരു കാര്യം ചെയ്യാം. ഇങ്ങനെ തന്നെ നീ പറഞ്ഞ പോലെ തന്നെ നല്ലത്. അതെ, ഞാൻ ഇരിക്കട്ടെ. ടിഫിൻ. ഇപ്പൊ തോരൻ ഒരു ബൗളിൽ തരാം. അതെ അതെ അതെ. തോരൻ പടവലങ്ങ തോരൻ. പടവലങ്ങ ആദ്യം വേണ്ടാന്നാ വെച്ച, പക്ഷെ ഇതും കൂടെ വെക്കാന്ന് വിചാരിച്ചു. ഉച്ചത്തേക്കും തോരൻ ഉണ്ടാക്കിയത് ഓൾറെഡി പറഞ്ഞല്ലോ. മീൻകറി വേണ്ടല്ലോ? വേണ്ട, നിനക്ക് ഇഷ്ടമല്ല വെച്ചത് അങ്ങനെ കൊണ്ടുപോണതാ. പാത്രം അടയ്ക്കട്ടെ? അടച്ചോ. കുറച്ച് കഴിയുമ്പോ എടുത്തുണ്ണ. ചൂടാറാതെ അങ്ങ് അടച്ചോ. കണ്ടോ? സെറ്റായി. അപ്പൊ ഒരു ഉലർത്ത, ഒരു ഫ്രൈ, എന്തെങ്കിലും നോൺ വെജ് ഫ്രൈ, ഒരു മുട്ട പൊരിച്ചതാ. ഞങ്ങളുടെ മുട്ട പൊരിച്ചതെന്ന് പറഞ്ഞാൽ ഇത്രയും സംഗതികളോട് കൂടിയ ഒരു മീലാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മീലാണ് തയ്യാറാക്കണത്. അരി വേവോടുകൂടി ഒരു 45-50 മിനിറ്റ് വേണ്ടി വരും. അരി അടുപ്പത്തിട്ടേച്ച് അരി വേവാൻ ഡിപ്പെൻസ്, അരിയുടെ വേവ് അനുസരിച്ചിരിക്കും. ഇല്ലെങ്കിൽ ചോറ് വെന്തിരിക്കുവാണെങ്കിൽ വെറും 30 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാം. എത്ര കറികൾക്ക്? 3 കൂട്ടം. പക്ഷെ നമ്മൾ 4 കൂട്ടം വെച്ചിട്ടുണ്ട്. ഒരു ഉലർത്ത അല്ലെങ്കിൽ ഒരു തോരൻ, ഏതെങ്കിലും ഒന്നാ. പിന്നെ ഒരു ഫ്രൈ, ഒരു മുട്ട പൊരിച്ചത്. പിന്നെ പിക്കൽ എപ്പോഴും വീടുകളിൽ ഉണ്ടാവും. ചമ്മന്തി അരയ്ക്കുന്നവർക്ക് ചമ്മന്തി അരയ്ക്കാം. ചോറ് വെന്ത് കിട്ടുന്ന താമസം കൊണ്ട് ഈ കറികളെല്ലാം തയ്യാറാക്കിയെടുക്കും. ചോറിനും 3 കൂട്ടം കറികൾക്കും വെറും അരമണിക്കൂർ ധാരാളം മതി. ചോറ് ഞാൻ പറഞ്ഞില്ല, അരിയുടെ വേവ് അനുസരിച്ച്. ഓക്കെ. ഊണ് കഴിക്കാൻ വന്നിട്ടുണ്ടോ? ടിഫിൻ ബോക്സ് ലഞ്ച് ചുമ്മാ ആന്നേ. ഉറങ്ങാണോ? എപ്പോഴാ എണീക്കുക? അപ്പൊ പോവാൻ തുടങ്ങുക കേട്ടോ. വന്നില്ലേ? ഇല്ലേ? 3:30 വരും. നമുക്കതാ കഴിക്കാൻ പോവാം, അതാ നല്ല. അമ്മ കഴിച്ചോ? ഞാൻ കഴിക്കാൻ പോണേ ഉള്ളൂ കേട്ടോ. ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളതുകൊണ്ട് അപ്ലോഡായി വീഡിയോ. അതിന് ശേഷമാണ് ഞാൻ ഇന്ന് ഉച്ചയൂണ് കഴിക്കാൻ പോണേ കേട്ടോ. അത്താഴം കഴിക്കണ്ടോ?
ചോദിച്ചാൽ മതി. ഉറങ്ങാണേലും അവ മിണ്ടുന്നുണ്ട്. ഉറങ്ങുന്നല്ല, ചായ ഇടാറായി. ഞാൻ ഊണ് കഴിക്കാൻ പോവാ. ടിഫിൻ ബോക്സ് ലഞ്ച് മേശയിൽ നിരത്തി വെച്ച് കഴിച്ചു. ദേ നമ്മുടെ ടിഫിൻ ബോക്സ് ഇരിക്കുന്നു. ഞാൻ ഇപ്പോഴാണ് ഉച്ചയൂണ് കഴിക്കാൻ പോണേ. മണി 3:30. കണ്ടോ, വീഡിയോ എഡിറ്റിങ്ങിൻ്റെ അപ്ലോഡിങ്ങിൻ്റെയും ഷൂട്ടിങ്ങിൻ്റെ ഒക്കെ തിരക്കായിരുന്നു. അതാ പറ്റിയത്. എന്തായാലും കഴിക്കാം. ഇനിയെങ്കിലും കഴിക്കണ്ടേ നമുക്ക്. എടുത്തിട്ട് അവിടെ കൊണ്ട് വെക്കാം കേട്ടോ. നമുക്ക് അതിന് ശേഷം കഴിക്കാൻ പോവാം. ഇവിടെ ഇരിക്കട്ടെ. അമ്മ വെച്ച ടിഫിൻ ബോക്സ് ഇതേ ഇരിക്കുന്നത് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ കറികളൊക്കെ എല്ലാം ചോറിനോടൊക്കെ ചേർന്ന് നല്ല പിടിച്ച് നല്ലൊരു സ്വാദായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ ടൈം ഈസ് അപ്പായി. അപ്പോൾ ഇനി എന്തായാലും ഇനി കഴിക്കണം. സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴൊന്നും ഇത്ര ആസ്വദിച്ചൊന്നും ഞാനങ്ങനെ കഴിച്ചിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇതിനൊക്കെ ഒരു പ്രത്യേക സ്വാദ് ഇപ്പോഴാണ് ഫീൽ ചെയ്ത് തുടങ്ങിയത്. പ്രത്യേകിച്ചും അമ്മയുടെ സ്നേഹം തുളുമ്പുന്ന രുചി ഉണ്ടാകും ഇതിന്. അന്ന് അത്രയ്ക്കൊന്നും ചിന്തിച്ചിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ വാരിപ്പുറത്ത് തിന്നും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്നാണിത് ആസ്വദിച്ച് കഴിക്കാൻ പോണേ. അപ്പോൾ നമുക്ക് ടിഫിൻ തുറക്കാം. എന്തൊക്കെ കറികളൊക്കെയാണ് ചോറിനോട് ചേർന്ന് ആ സ്മെല്ലും ആ രുചിയോടും കൂടി ഇരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ടോട്ടലി എക്സൈറ്റഡ് ആണ് ഇത് കഴിക്കാൻ. പൊതിച്ചോറും ടിഫിൻ ബോക്സും ഒക്കെ ഇപ്പോൾ നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഒന്നാണ് അല്ലേ. അപ്പോൾ നിങ്ങളെ ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ടിഫിനാണ് തുറക്കാൻ പോണേ. 1 മണിയുടെ ബെല്ലടിക്കുമ്പോഴേക്ക് ഈ ടിഫിൻ ബോക്സ് എല്ലാവരും ഓടി വന്ന് തുറക്കില്ലേ. കണ്ടോ നമ്മുടെ മുട്ട ഇരിക്കണ ഇരിപ്പ് കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിയതേ. മുട്ട, പിന്നെ മീൻ വറുത്തത്, പിന്നെ കടച്ചക്ക ഉലർത്തിയത് ഇവിടെ ഇരിക്കുന്നു. ഇത് മസാല പിടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഫോണിൽ അത്രയും കിട്ടാത്തതാണ്, ഞാൻ കാണിച്ചു തരാം. അതെ, നമ്മുടെ മുട്ടയുടെ കളറ് കണ്ടോ, എന്ത് കളറാ അല്ലേ. അമ്മേനെ വിളിച്ച് അമ്മ എണീറ്റ് വന്നു. ഉറക്കം മതിയായിരുന്നു. ഞാൻ വിളിച്ച് എണീറ്റ്. അതെ, നമ്മുടെ മുട്ട വറുത്തതൊക്കെ ഇരിക്കണ കണ്ടോ. ഇനി നമുക്ക് കഴിക്കാം കേട്ടോ. ഓരോന്ന് എടുത്ത് നമുക്ക് കഴിക്കാം. അപ്പം ഇതുപോലെ തന്നെ ദേ നമ്മുടെ ഈ സാധനവും നമ്മൾ തുറക്കാം കേട്ടോ. നമ്മുടെ തോരൻ കറി ഇനി നമുക്ക് ഓരോന്നെടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പം തോരൻ നമുക്ക് അത്ര മാൻഡേറ്ററി അല്ല. ദേ കണ്ടോ. അപ്പം ആ കറിയും കൂടെ ഉണ്ടാക്കിയപ്പോൾ അതും കൂടി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് മാൻഡേറ്ററി അല്ല. അപ്പോൾ ദേ ആദ്യം നമുക്ക് മുട്ട വറുത്തതെടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. അല്ലെങ്കിൽ എല്ലാം കൂടി ഇട്ട് ഇളക്കി കഴിക്കാൻ പറ്റൂല. അതാ അതെ. ഇനി കടച്ചക്ക ഉലർത്തിയതും മീൻ വറുത്തതും ഉണ്ട്. ഇതിലങ്ങ് കൂട്ടി കഴിക്കാം നമുക്ക് കേട്ടോ. ആദ്യം ദേ കടച്ചക്ക ഉലർത്തിയത് എൻ്റെ ഫേവററ്റ് ഡിഷാണ്. അതിൽ ഒരിച്ചിരി മീൻ വറുത്തത് പൊളിച്ച് വെക്കാം. ഇച്ചിരി ഇവിടെ പൊളിച്ച് വെക്കുക. ഇതിച്ചിരി പൊളിച്ച് വെക്കുക. പിന്നെ മുട്ട വറുത്തതിൽ നിന്ന് ഒരിച്ചിരി നമ്മൾ മുറിച്ചെടുക്കുക. ഇത് നല്ല കിടിലൻ സാധനം കേട്ടോ. ഏതായാലും അടിപൊളി സാധനം. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം നല്ല രുചികരാണെന്ന്. ഇതിൻ്റെ മൂടി കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇച്ചിരി ചോറങ്ങിട്ട് ഇളക്കുക. എന്നിട്ട് കഴിക്കുക. ആഹാ. ഇനി ഞാനങ്ങ് കഴിക്കുവാണേ. അടിപൊളി ലഞ്ചാ. നല്ല സൂപ്പറാട്ടോ. ഒന്നും പറയാനില്ല. രുചി എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ കടച്ചക്കയുടെ മസാലയൊക്കെ ശരിക്കും ചോറായിട്ട് അങ്ങ് മിക്സായി. അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഇത്തിരി മാറിയിരിക്കുന്നത്. വെച്ചപ്പോൾ നല്ല ഡാർക്ക് കളറായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ ചോറിലേക്ക് നന്നായിട്ട് ഇറങ്ങി ഇങ്ങനെ കൂടി പിടിച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഇറങ്ങിയപ്പോൾ ആ ചോറിനൊരു പ്രത്യേക രുചിയായി മാറി. സംഗതി അടിപൊളിയാണ്. മീൻ വറുത്തതും മുട്ട വറുത്തതും നല്ല സൂപ്പറാട്ടോ. അത് കണ്ടോ, ഇതൊരു സ്പെഷ്യൽ മുട്ട വറുത്തതാണ്. ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ ഇവിടെ ഓംലെറ്റ് എന്നൊക്കെ പറയും. ചിലർ മുട്ട വറുത്തതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു കേട്ടോ. കിട്ടിയില്ല ലഞ്ചാ.
ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് വേറെ ഒന്നും ഇല്ല കഴിക്കാൻ. അത്രയും ടേസ്റ്റാണ്. ഊണ് കഴിക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും വേഗം പോയി ഊണ് കഴിക്കാം. കാരണം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കൊതി വരും. പൊതിച്ചോറ് ഉണ്ടാക്കിയപ്പോഴും നമ്മൾ പറഞ്ഞായിരുന്നു, ഇടയ്ക്ക് വീട്ടിലൊക്കെ ഇരിക്കുമ്പോഴാണെങ്കിലും ഒരു ചേഞ്ചിന് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണ്. അതുപോലെ തന്നെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നൊസ്റ്റാൾജി ഉണർത്താനായിട്ട് ഇതുപോലെ ടിഫിൻ ബോക്സിൽ ഉണ്ടാക്കിയിട്ട് അടച്ചു വെക്കുക. കുറേ നേരം കഴിയുമ്പോൾ കഴിക്കുക. ആ ഒരു നൊസ്റ്റാൾജിക് ടേസ്റ്റ് ആയിരിക്കും നാവിൻ തുമ്പത്ത് വരിക. ഇനി നമുക്ക് മെഴുക്കുവരട്ടി മാത്രം എടുത്താൽ പോരല്ലോ, തോരനും ഇവിടെ നമ്മൾ ഓൾറെഡി വെച്ചു പോയില്ലേ. അപ്പോൾ തോരനും എടുക്കുക. അതൊട്ടും മാൻഡേറ്ററി അല്ല കേട്ടോ, ഉണ്ടാക്കി സ്ഥിതിക്ക് വെച്ചു എന്നേ ഉള്ളൂ. ഇനി ഇതിൽ നമുക്ക് ചോറ് കൂട്ടി എടുക്കാം. മെഴുക്കുവരട്ടി ഓർ തോരൻ അത്രയും മതി. പക്ഷെ മുട്ട പൊരിച്ചത് ഇത് മാൻഡേറ്ററി ആണ്. ഇതാണ് ഹൈലൈറ്റ് ഓഫ് ദ ഷോ. കണ്ടോ, നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടോ. നല്ല രുചിയാണ് അതിന്, നല്ല രുചിയാട്ടോ. ഈ ചോറിലേക്ക് മസാലയൊക്കെ അങ്ങ് ഇറങ്ങി. ഞാൻ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി അധികം പറയണ്ട. എന്റെ ബാല്യം. അതെ, മാങ്ങാത്തലിയും ചെമ്മീനും ആയിരിക്കും. ഒന്ന് അച്ചിങ്ങോലത്തും ആയിരിക്കും ഞങ്ങൾക്ക്. അല്ലെങ്കിൽ ചിലപ്പോ മുട്ട പൊരിച്ചതും മാങ്ങാത്തലിയും ചെമ്മീൻ. അതാണ് ഞങ്ങളെ നെസ്റ്റു. പിന്നെ ചെമ്മീന് മാങ്ങ ഉണ്ടാവും. ചക്കക്കുരു മാങ്ങയും അങ്ങനെയൊക്കെയുള്ള ഞങ്ങളെ അടിപൊളി. അപ്പ എവിടേക്കാ പോണേ? അപ്പ ഇന്ന് വരുമ്പോ മിക്കവാറും അപ്പയുടെ വയറ് ഫുള്ളായിരിക്കും. അപ്പ പോകാൻ റെഡി ആയി കഴിഞ്ഞു. ഫോൺ എടുത്തില്ലേ? മാച്ചിങ് ഷർട്ടും മുണ്ടും ആണല്ലോ. ടിഫിൻ ബോക്സ് ലഞ്ചാ. അത് കണ്ടിട്ട് കൊതിവനുണ്ട്. ഓർമ്മ വന്നു. ടിഫിൻ ബോക്സ് ലഞ്ചാ. അമ്മ നോക്കുക.